2 പത്രോസ് 1:3 തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ദൈവം നമ്മെ വിളിച്ചതിനെക്കുറിച്ച്, ആ വിളിയിലെ ലക്ഷ്യങ്ങളെക്കുറിച്ച് തിരുവെഴുത്ത് പല കാര്യങ്ങളും പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വത്തിലേക്കാണ് അവിടുന്ന് നമ്മെ വിളിച്ചത്. ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപരാകാനാണ് വിളിച്ചത്. ഓരോ ദിവസവും നാം ഈ വിളിയുടെ ലക്ഷ്യം തിരിച്ചറിഞ്ഞ് പടിപടിയായി വളരണം. ദൈവം നമ്മെ വിശുദ്ധ വിളിയാൽ വിളിച്ചത് നമുക്ക് ലഭിച്ച വലിയ അനുഗ്രഹവും പദവിയുമാണ്. നമ്മിലെ യാതൊരു ഗുണങ്ങളും നോക്കാതെ നമ്മെ വിളിച്ച ദൈവത്തിൻ്റെ വിളിയോട് പൂർണ്ണ ഉത്തരവാദിത്തം നമുക്കുണ്ടാകണം. ദൈവത്തിൻ്റെ വിളിക്കൊത്ത് ജീവിക്കാനുള്ള കഴിവോ ശക്തിയോ നമുക്കില്ലെന്നത് സത്യമാണ്. മാനുഷിക കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ചാലും ആ ലക്ഷ്യത്തിൽ എത്താനാവുകയുമില്ല. അപ്പോൾ നാം പരാജിതരാകുമെന്ന് ചിന്തിക്കേണ്ടതില്ല. കാരണം ദൈവം നമ്മെ വിളിച്ചതിനോടൊപ്പം ആ ലക്ഷ്യത്തിലെത്താനുള്ള സകലതും നൽകി എന്നാണ് ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്. ആകയാൽ നമ്മുടെ ബുദ്ധിയിലോ കഴിവിലോ അല്ല ആശ്രയിക്കേണ്ടത്, ദൈവത്തിൻ്റെ ദാനത്തിലാണ്. ദൈവത്തിനായി ജീവിക്കാൻ, ദൈവിക ജീവനിൽ വളരാൻ എന്തൊക്കെ ആവശ്യമെന്ന് ദൈവത്തിനാണ് പൂർണ്ണമായും അറിയാവുന്നത്. ആകയാൽ അതറിയുന്ന സർവജ്ഞാനിയായ ദൈവം അവയെല്ലാം നൽകുന്നു. ഒരു ഇടയൻ ആടുകൾക്ക് വേണ്ടതെല്ലാം നൽകി വഴി നടത്തുന്നതിനോട് ഇതിനെ ഉപമിക്കാം. ഓരോ സമയത്തും ആടിന് ആവശ്യമായത് എന്തെന്നും അതെവിടെ ലഭിക്കുമെന്നും അറിയുന്ന ഇടയൻ അതെല്ലാം നൽകുന്നത് പോലെ നമ്മുടെ ദൈവം ആവശ്യമായതെല്ലാം നമുക്ക് നൽകുന്നു. ദൈവം നൽകുന്ന ഈ ദാനത്തെ സ്വീകരിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അവ ഉപയോഗിക്കുമ്പോഴാണ് ജീവനും ഭക്തിയും നമ്മിലുണ്ടായി വർദ്ധിക്കുന്നത്. നാം രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ ജീവൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവിനെ അവിടുന്ന് നൽകി. നമ്മോട് കൂടെ ഇരിക്കുന്ന, നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നിത്യതയോളം ജീവനിൽ ദൈവഭക്തിയിൽ വളരാൻ നമുക്ക് നൽകിയ ശ്രേഷ്ഠ ദാനമാണ്. ദൈവാത്മാവിനെ ശ്രദ്ധിച്ച് അനുസരിച്ച് കൃപയിൽ വളരാം. ഗാഡ് ബ്ലസ് യു.